ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ യു എസിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന് യു എസിലെ കാലിഫോർണിയയിലാണ് താമസം. അവൻ എന്നെ വിളിച്ച സമയത്ത് ഞങ്ങളിങ്ങനെ എന്തായാലും യുദ്ധങ്ങൾ നടക്കണല്ലോ, അപ്പൊ യുദ്ധത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചെറിയ രീതിയിൽ ചർച്ചയൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഇവിടെ ഗ്യാസിന്റെ ഷോർട്ടേജ് നന്നായിട്ട് ഞങ്ങൾക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ നീ ഇവിടെ ഇപ്പോൾ യു എസിലായ കാരണം അത്ര വലിയ പ്രശ്നം വരാനൊന്നും സാധ്യതയില്ലല്ലോ. കാരണം യു എസ് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. അതും കൂടാതെ അവർക്ക് ഇപ്പോൾ എക്സസ് എണ്ണയുടെ ആവശ്യമുണ്ടെങ്കിൽ വെനസ്വല എന്ന രാജ്യം പിടിച്ചെടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് വേണ്ടി വന്നാൽ കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പെട്രോളിനൊന്നും വലിയ വില യു എസിൽ കൂടുവാനായിട്ട് സാധ്യത ഉണ്ടാവില്ലല്ലോ എന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ഇങ്ങനെ വെറുതെ ചോദിച്ചു. അപ്പോ ഞാൻ വിചാരിച്ചിരുന്നത് അമേരിക്കക്ക് സ്വന്തമായ എണ്ണ ഉൽപ്പാദനം ഉള്ളത് കൊണ്ട് വലിയ രീതിയിലൊന്നും പൈസ പെട്രോളിന് അവിടെ കൂടിയിട്ടുണ്ടാവാനായിട്ട് സാധ്യത ഇല്ല എന്നാണ്. അല്ല, ശരിക്കും പറഞ്ഞാൽ അവൻ പറഞ്ഞ മറുപടി കേട്ടിട്ട് ഞാൻ ശരിക്കും ആശ്ചര്യപ്പെട്ടു പോയി. കാരണം കഴിഞ്ഞ മാസം അവൻ പറഞ്ഞത് വളരെ കുറച്ച് യാത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ കഴിഞ്ഞതിന് മുന്നത്തെ മാസം കാലിഫോർണിയയിൽ 1 ലിറ്റർ പെട്രോളിന് ഏകദേശം $4 അവൻ പേ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ മാസം അവൻ ഏകദേശം $5.20 1 ലിറ്റർ ഗ്യാസിന് വേണ്ടി, അതായത് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പറയുന്ന പെട്രോൾ അവിടെ ഗ്യാസ് എന്നാണ് പറയാം, ഗ്യാസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതും അവന് പെട്രോൾ അടിച്ച് കോസ്കോയിൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ പെട്രോൾ പമ്പിൽ നിന്നാണ്. ഈ കോസ്കോ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിന് ഇന്ധനം കിട്ടുന്ന സ്ഥലമാണ് അമേരിക്കയിൽ. ശരിക്കും പറഞ്ഞാൽ അവരുടെ എണ്ണയിൽ ഏകദേശം 85% ഓയിലും അതിന്റെ കൂട്ടത്തിൽ ഏകദേശം ഒരു 15%-ഓളം എത്തനോളും ആണ് ഈ കോസ്കോ സപ്ലൈ ചെയ്യുന്ന ഗ്യാസിനകത്ത് മിക്സ് വരിക. അവന് കഥ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അമേരിക്കയിലെ ഗ്യാസിന്റെ പ്രൈസ് വർധനയെ കുറിച്ച് ശരിക്കും നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 25%-ഓളം വില വർധനവ് പെട്രോളിന് യുദ്ധം കാരണം അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ച ഒരു കാര്യം, ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉണ്ടല്ലോ, അദ്ദേഹം പറയുന്ന പോലെ അമേരിക്ക ഗൾഫ് ഓയിൽ ആശ്രയിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അമേരിക്കയിൽ ഇന്ധനത്തിന് ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണ് ഞാൻ ഈ വിലക്കയറ്റത്തിന്റെ കാരണം എന്തായിരിക്കും എന്നറിയാനായിട്ട് ചെറിയൊരു പഠനങ്ങളൊക്കെ നടത്തിയത്. അപ്പൊ ഗൈസ്, ഞാൻ കാര്യങ്ങൾ പറയണേക്കാട്ടും ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ മനസ്സിലേക്ക് വരുന്ന ഒരു ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു എസ് യഥാർത്ഥത്തിൽ എനർജി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണോ എന്നാണ്. അമേരിക്ക എനർജി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രാജ്യമാണെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. പക്ഷേ അമേരിക്ക കൂടുതൽ പെട്രോളും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പോഴും വാങ്ങുന്നുണ്ട്. ഇതിന് കാരണം അമേരിക്കയ്ക്ക് അവരുടെ സ്ട്രാറ്റജി പെട്രോളിയം റിസർവ് അമേരിക്ക ഇറാനുമായുള്ള യുദ്ധം കാരണം കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. അത് കാരണം വീണ്ടും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് അമേരിക്കയ്ക്ക് പെട്രോൾ വാങ്ങേണ്ട അവസ്ഥ ഇപ്പോൾ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇനി അമേരിക്കയിലെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് എന്താണെന്ന് പറഞ്ഞാൽ, രാജ്യത്തിന് അടിയന്തര ആവശ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കാൻ സൂക്ഷിച്ചിരിക്കുന്ന വലിയ തോതിലുള്ള ക്രൂഡ് ഓയിലിന്റെ വലിയ ശേഖരമാണിത്. ലളിതമായി പറയുകയാണെങ്കിൽ ഇതൊരു എമർജൻസി ഓയിൽ സ്റ്റോക്ക് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇത് സൂക്ഷിച്ചിരിക്കുന്ന അമേരിക്കയിലെ ടെക്സാസ്, ലൂസിയാന എന്നിവിടങ്ങളിൽ ഭൂമിയുടെ അടിയിൽ വലിയ ഉപ്പുകുഴികൾ ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ഈ പെട്രോളിയം റിസർവിന്റെ സംഭരണം ഉള്ളത്. ഏകദേശം ഈ റിസർവിന്റെ ശേഷി എന്ന് പറയുന്നത് ഏകദേശം 700 ബില്യൺ ബാരലാണ്. അപ്പോ അതായത് ഒരു വലിയ ഉദ്യോഗം മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഉണ്ടായപ്പോൾ അമേരിക്ക അവരുടെ റിസർവിൽ നിന്നും എണ്ണ എടുത്താണ് അവരുടെ ആവശ്യങ്ങൾ കുറേയൊക്കെ നിറവേറ്റിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ഇങ്ങനെ എടുത്ത് ഉപയോഗിച്ചാൽ മാത്രം പോരല്ലോ, തിരിച്ച് റിസർവ് വീണ്ടും നിറയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അമേരിക്ക ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് ഈ റിസർവിലേക്ക് എണ്ണ വീണ്ടും ശേഖരിച്ചു തുടങ്ങി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, അമേരിക്കൻ കപ്പലുകൾക്ക് ഹോർമൂസ് വഴി സ്റ്റോക്ക് അമേരിക്കയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കില്ല. ഈ റിസർവിലേക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് പോയേക്കണ എല്ലാ കപ്പലുകളും ഇപ്പോൾ പോയേക്കുന്നത് ആഫ്രിക്ക ചുറ്റിയാണ് അമേരിക്കയിൽ എത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ള കാരണം യാത്രയുടെ ചെലവും കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ സമയവും കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അമേരിക്കൻ പെട്രോൾ മാർക്കറ്റിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. രണ്ടാമത്തെ വില വർധനവിന്റെ കാര്യം ചോക്ക് പോയിന്റ് പ്രശ്നങ്ങളാണ്. അതായത് റെഡ് സീ, ഹോർമോസ് സ്ട്രൈറ്റ് എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ കാരണം കപ്പലുകൾ ഇപ്പൊ ആഫ്രിക്ക ചുറ്റി പോകേണ്ടി വരുന്നു നമ്മൾ പറഞ്ഞു. ഇതോടെ യാത്രാ സമയം കൂടി ചെലവ് കൂടിയിട്ടുണ്ട്. ഇതൊരു കാര്യമായി ചൂണ്ടിക്കാട്ടാമെങ്കിലും വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗ്ലോബൽ മാർക്കറ്റിൽ ക്രൂഡ് പ്രൈസ് ഉയർന്നതും അമേരിക്കയെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഓയിൽ എന്നത് ഗ്ലോബൽ കമ്മോഡിറ്റിയാണ്. അതായത് യു എസ് വാങ്ങില്ല എന്ന് പറഞ്ഞാലും യൂറോപ്പും ഏഷ്യയും കൂടുതൽ വാങ്ങുമ്പോൾ വില സ്വാഭാവികമായിട്ട് വരും. കാരണം ഇവിടെ ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ കുറവാണ്. അതുകൊണ്ട് പെട്രോളിയം പ്രോഡക്റ്റ് ഗ്ലോബൽ കമ്മോഡിറ്റി ആയതുകൊണ്ട് തന്നെ ലോകത്ത് മൊത്തം വില കയറുന്ന കൂട്ടത്തിൽ യു എസിലും വില കൂടിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വേണം നമുക്ക് ഇതിനെ മനസ്സിലാക്കാനായിട്ട്. അതുപോലെ ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ പോലുള്ള മിഷനുകൾ റെഡ് സീയിൽ അമേരിക്ക നടത്തേണ്ടി വരുന്നതും ഇന്ധനവില കൂട്ടുന്നതിന് കാരണമായിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന് പറയുമ്പോൾ അമേരിക്ക ഹൂത്തികളെ നേരിടാനായിട്ട് നൽകുന്ന സൈനിക ഓപ്പറേഷനാണ്. അത് റെഡ് സീലാണ് നൽകുന്നത്. അതായത് ഈ ഒരു മിഷൻ എന്ന് പറയുന്നത് തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസിന്റെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയന് അമേരിക്കക്ക് റെഡ് സീൽ നടത്തേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ റെഡ് സീൽ പ്രശ്നമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് കണ്ടാൽ ആഗോള മാർക്കറ്റിൽ പെട്രോളിന്റെ പ്രൈസ് അല്ലെങ്കിൽ ഈ ക്രൂഡിന്റെ പ്രൈസ് മുകളിലേക്ക് പോകും. കാരണം ചെങ്കടലിൽ കപ്പലുകൾക്ക് റിസ്ക് ഉണ്ടെന്നാണ് അതിനർത്ഥം. ഇങ്ങനെ റിസ്ക് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? കപ്പലുകൾക്ക് ഇൻഷുറൻസ് കൊടുക്കുന്ന ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ ഇൻഷുറൻസ് തുക കൂട്ടും, അല്ലെങ്കിൽ ഇൻഷുറൻസ് കൊടുക്കായിരിക്കും. ഇങ്ങനെ വന്നാൽ ഇത് ഗ്ലോബൽ മാർക്കറ്റിനെ ബാധിക്കും. കൂടാതെ നമുക്കറിയാം, റെഡ് സീ എന്ന് പറയുമ്പോൾ 12% റെഡ് സീയിലൂടെയാണ് ഗ്ലോബൽ ട്രേഡ് നടക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിൽ മൊത്തം ഇന്ധനവില കൂടിയിട്ടുണ്ട്. അമേരിക്കക്ക് സ്വന്തമായി എണ്ണയുടെ ഉത്പാദനം ഉണ്ടെന്ന് പറഞ്ഞാലും വിലക്കയറ്റം ഗ്ലോബലി വരുമ്പോൾ അമേരിക്കയും ബാധിക്കും എന്നൊരു പുതിയ നോളജാണ് അമേരിക്കയിൽ ഈ പെട്രോൾ
വിലക്കയറ്റത്തെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തോട് പറയാനായിട്ട് അപ്പോൾ ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഒരു കാര്യം പറഞ്ഞോട്ടെ, സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ്.